ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല പയർ വെച്ചിട്ടൊരു അടിപൊളി പയറുപ്പേരി തയ്യാറാക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് പോകാം. പയർ നന്നായി കഴുകി ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി തൊലി കളഞ്ഞൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 6 ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. 3 വറ്റൽമുളക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങ കൊത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ച വറ്റൽമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പയർ ചേർത്ത് കൊടുക്കാം. പയർ ചേർത്ത് നമുക്കിത് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കണം. ഞാൻ പപ്പായ ഫ്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഇതുവരെ നിങ്ങൾ പയറുപ്പേരി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് പയറിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും എല്ലാം കൂടി കൂട്ടി കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പയറുപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.